ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്. തെരി 2016 റിലീസ് ചെയ്തിട്ടുള്ള തമിഴ് ചിത്രം. സാക്ഷാൽ ദളപതി വിജയുടെ സിനിമ, ആര്ലിയുടെ സിനിമ. ആര്ലിയുടെ ആൻഡ് ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ദളപതി വിജയുടെ ആൻഡ് ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബെസ്റ്റ് ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. തെരി ഫസ്റ്റ് ഷോ കൊണ്ടാണ് അന്യ തിയേറ്റർ എക്സ്പീരിയൻസ്. എസ്പെഷ്യലി അതിലുള്ള ട്രാൻസ്ഫോർമേഷൻ സീന്, ആ മടയത്ത് കുട്ടിയെ പിടിക്കുമ്പോൾ വേണോ എന്ന് പറയുന്ന ആ സാധനം, പിന്നെ ആ ഫൈറ്റ്, റെയിനുള്ള ഫൈറ്റ്, പിന്നെ GVPയുടെ അന്യ സ്കോർ ചെണ്ടയൊക്കെ വെച്ചിട്ട് അത് കേരളത്തിൻ്റെ ഫ്ലേവറുള്ളതുണ്ട്. പിന്നെ അതിലുള്ള മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, മഹേന്ദ്രൻ്റെ അടുത്ത് പറയുന്നത്, കറങ്ങി 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 ആ സാധനം. അതിനുശേഷമുള്ള ബബിൾ ഗേറ് പിന്നെ കുളമാക്കി, പക്ഷെ അതിൽ ഫ്രഷായിരുന്നു. പിന്നെ അതിലൊരു കുട്ടിയുടെ ഒരു സീനുണ്ട്. കുട്ടിയുടെ പാരൻസ് മരിച്ചിട്ട് പൈസ കൊടുത്തിട്ട് ആ പൈസയ്ക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് ആ ചത്ത കളവനെ നോക്കി തിന്നുന്ന സീനുണ്ട്. അതൊക്കെ ഭയങ്കര സാധനമായിരുന്നു. അങ്ങനെ കുറേ. പിന്നെ ക്ലൈമാക്സും സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. പിന്നെ മൊത്തത്തിൽ വളരെ ഒരു വിജയ് സിനിമ, ആർലി സിനിമ നിലയ്ക്ക് ഒട്ടും ഓവറാവാതെ കൺട്രോൾഡായിട്ട് നിന്നിട്ടുള്ളൊരു സിനിമയായിരുന്നു. ആ ഒരു സിനിമയാണ് ബേബി ജോൺ എന്ന പേരിൽ ഖലീസ്. സംവിധായകൻ്റെ പേര് ഖലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവനായി എന്ന് പറഞ്ഞ പോലെയാണ്. യഥാർത്ഥ പേര് കാളീശ്വരൻ. അയാൾ കീ എന്ന് പറഞ്ഞ് ജീവിയൊക്കെ വെച്ച് പടമൊക്കെ എടുത്തിട്ടുണ്ട്. സെൽവരാഘവൻ്റെ ഒക്കെ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ഒക്കെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഖലീസാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ആരാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? അല്ലി പ്രസൻസ്. അപ്പോൾ ഇത് അല്ലിയുടെ പരിപാടിയാണ്. ഇത് നമ്മുടെ തെരിയുടെ സെയിം സ്ക്രിപ്റ്റാണ്. പക്ഷേ അത് ഇതിലേക്ക് പണി വെച്ചപ്പോൾ അപരാധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഒന്നാമതായിട്ട് ഈ അമൂൽ ബേബി വരുൺ ധവാനെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള മാസ് ഓറയുള്ള കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫേസ് അമൂൽ ബേബിയുടെ ഫേസാണെന്ന് പലരും പറഞ്ഞു, പല ഡയറക്ടേഴ്സും പറഞ്ഞു. ഇദ്ദേഹം തന്നെ, വരുൺ ധവാൻ തന്നെ ആര്ലിയോട് പറഞ്ഞിട്ട്, ആര്ലി ഈ ഫേസാണ് എനിക്ക് ആവശ്യം, അങ്ങനെ ഞാൻ ബേബി എന്ന് പറഞ്ഞിട്ട് ബേബി ജോൺ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത് പറഞ്ഞിട്ടാണ് തെരി റീമേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഖലീസാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒന്നാമത് വരുൺ ധവാനെ കൊണ്ട് പറ്റുകയില്ല, തീരെ വയ്യ. കാരണം വരുൺ ധവാന് പറ്റുന്ന ക്യാരക്ടറല്ലത്, വിജയ് ചെയ്തൊരു ക്യാരക്ടറാണ്. നിങ്ങൾ ആലോചിക്കണം, വിജയ് അത്രയും കിഡുമായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് വരുൺ ധവാൻ കാണിക്കുമ്പോൾ ഇയാൾ എന്തോ കാണിക്കുന്ന, ഈ വരുൺ ധവാനേക്കാളും നല്ലത് മറ്റേ ശിഖർ ധവാനെ ഞാൻ പിടിച്ച് അഭിനയിപ്പിക്കുന്നതായിരുന്നു. അത്രയും കൊള്ളൂല്ലോ വരുൺ ധവാൻ്റെ അഭിനയം. അതിനപ്പുറത്തേക്ക് ഒരു നല്ല ഒരു കിഡിലൻ കൊമേഴ്ഷ്യൽ സ്ക്രിപ്റ്റ്, എങ്ങനെ വൃത്തികേടാക്കി ആളുകളെ വെറുപ്പിക്കുന്ന രീതിയിൽ, മടുപ്പിക്കുന്ന രീതിയിൽ, ക്രിഞ്ച് ലെവലിൽ, ഒരു തരത്തിലും സാറ്റിസ്ഫാക്ഷൻ തരാത്ത രീതിയിൽ, ഒരു മൊമെൻറ്റും ഇല്ലാത്ത രീതിയിൽ എടുത്തു വെക്കാൻ. അതായത് ഇതൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഇതേ സാധനം ഞാൻ കണ്ടുള്ളതാണ്. പൃഥ്വിരാജ് കുമാറിൻ്റെ ലൂസിഫർ ചിരഞ്ജീവി വെച്ച് തെലുങ്കിലേക്ക് എടുത്ത സമയത്ത് ഇതേ കാര്യം ഉണ്ടായിട്ടുള്ളത്. അതായത് അപ്പോഴും നമുക്ക് മനസ്സിൽ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് അത് ഡയറക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന രീതി, ആക്ടേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതി, അതിന് എബോവ് ഓൾ പെർഫോമൻസ്. ഇപ്പോൾ തെലുങ്കിൽ ചിരഞ്ജീവി ചെയ്തപ്പോഴാണ് സംഭവം കയ്യിൽ നിന്ന് പോയത്, ലാലേട്ടൻ ചെയ്തത്. ഇത് വരുൺ ധവാനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല വിജയ് ചെയ്ത സാധനം. അപ്പോൾ ഇതൊക്കെയാണ് സിനിമകളുടെ കുഴപ്പമെന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്ക്രിപ്റ്റും കൊണ്ട് പല ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ തലവര എന്ന് പറയുന്ന ഡയറക്ടർക്ക് പണി അറിയാമെങ്കിൽ ആ പണി എങ്ങനെ ചെയ്തു എന്നതനുസരിച്ചിരിക്കും. അപ്പോൾ ഈ സിനിമ കഥ പറയേണ്ട ആവശ്യമില്ല, തെരി എല്ലാവരും കണ്ടതായിരിക്കും. സ്പോയിലറിൻ്റെ ആവശ്യമില്ല. സെയിം പരിപാടി തന്നെയാണ്. നമ്മുടെ ജോസഫ് കുരവിള, ഞാൻ ഇവിടെ വന്ന് ബേക്കറി എന്ന് പറയുന്ന സാധനം, എന്നപ്പം കുരുവിള ബേക്കറി, ആ സംഭവം ഇത് അതേപോലെ തന്നെ. ഇപ്പോൾ ഇയാൾ IPS ആണ്. എന്തോ സത്യം വർമ്മ IPS. ഇപ്പം മറ്റേ വിനായകൻ വർമ്മ, ഇതിലുള്ള മറ്റേ ഇവർ ചെയ്ത കഥാപാത്രം, വാമിക്ക ഗബ്ബി ചെയ്ത കഥാപാത്രം വർമ്മയാണ്. ഇതോര വർമ്മ IPS. അങ്ങനെ ഈ കേരളത്തിലുള്ളത് ഈ ആമി ജാക്സൺ ചെയ്ത കഥാപാത്രത്തിന് പകരമാണ് വാമിക്ക ഗബ്ബി ഉള്ളത്. നിറയെ അവർ സ്കൂൾ ടീച്ചറാണ്. മറ്റേ തെരി ബേബി, ആ ബേബി ഇതിനുണ്ട്. പിന്നെ മലയാളമൊക്കെ പറയുന്നുണ്ട്, വളരെ കൊള്ളായിരുന്നു. വിജയ് തന്നെ തമിഴിൽ എന്തോ ഒപ്പിച്ചെന്തൊക്കെയോ പറഞ്ഞു. അത് തന്നെ അതിലും കുളമാക്കിയിട്ട് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. വരുന്നത് മലയാളത്തിനെ അപമാനിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു ചൊത്ത പാട്ടൊക്കെ ഉണ്ട് മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുള്ള. പിന്നെ ഇങ്ങോട്ടും പരിപാടി. പിന്നെ ഇതിലുള്ള ഐക്കോണിക് സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രാൻസ്ഫോർമേഷൻ സീൻ. അത് എന്തുവാ ഒരു, അതായത് ഇയാൾ IPS കാണിക്കുന്ന സമയത്ത് കണ്ണു തുറക്കുന്നു, അപ്പോൾ വില്ലനൊക്കെ ഇങ്ങനെ പുറകിലോട്ട് പോകുന്നു. ഇങ്ങനെ അതായത് സ്പൂഫ് ലെവലിൽ എടുത്തു വെച്ചേക്കുന്നു. എന്തിനെങ്ങനെ എനിക്കറിയില്ല. ഇനിയിപ്പം അവിടെ ഭോജ്പുരിയിലും മറ്റേ നോർത്തിലൊക്കെ ഇങ്ങനത്തെ പടം ഇങ്ങനെ എടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടായിരിക്കും. ആലി തന്നെ 10 എടുത്തപ്പോൾ കണ്ടതല്ലേ ഏത് ലെവലിൽ എടുത്ത് വെച്ചെന്ന്. സോറി 10 ജവാൻ ഏത് ലെവലിൽ എടുത്ത് വെച്ചെന്ന്. അപ്പോൾ അതാണ് അവിടെ ഇത്രയും സ്കെയിൽ കാറ്റണ വരുമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പുഷ്പ ഹിറ്റ് ആഞ്ഞതും പുഷ്പ നോർത്തിൽ ഭയങ്കര ഹിറ്റായതും.
അപ്പോൾ ആ സ്കെയിലാണ് പരിപാടി. പക്ഷേ ഇത് നമുക്ക് കാണുന്ന സമയത്ത് അയ്യോ അതും തെരി കണ്ടിട്ടില്ല നമുക്ക്. പിന്നെ അത് തന്നെ. പിന്നെ ഫ്ലാഷ് ബാക്കിൽ തമിഴിൽ തന്നെ കുറച്ച് ഓവറാണ് വിജയ് ചെയ്തിരിക്കുന്ന ആ ക്യാരക്ടർ ഉണ്ടല്ലോ ചൂരലെടുത്ത് അടിക്കുന്നൊക്കെ, അത് അരുന്ധവാൻ ചെയ്ത് വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കൂറ ഫൈറ്റ്, പിന്നെ പാട്ട്, ഡാൻസ്, പിന്നെ കീർത്തി സുരേഷ് അയ്യോ ഒരു വാസ്തവിനെ കൊണ്ട് കീർത്തി സുരേഷിനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ തന്നെ ഇറങ്ങി ഓടാൻ തോന്നുന്നു, അതുപോലെ തലമ്പ്. അങ്ങനെ പിന്നെ ഇവിടെ ഓവർ റൊമാൻസ്, പിന്നെ ഗജനിയിൽ ബസ്സെന്ന് ഐ ലവ് യു പറയുന്ന പോലെ ഇതിൽ മറ്റേ ഹിന്ദി ഗജനി പറയുമ്പോൾ ഇതിൽ അങ്ങനെ കുറേ റൊമാൻറ്റിക് സീൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻറ്റി സീൻസ് കുത്തിക്കയറ്റിട്ടുണ്ട്. അതായത് പറയും ഓവറായിട്ട് ഇമോഷണൽ ആക്കാൻ വേണ്ടിയിട്ട് മറ്റേ കുട്ടികളെ രക്ഷിക്കുന്നുണ്ടല്ലോ മറ്റേ സ്ട്രീറ്റിലെ ഫൈറ്റ് കഴിഞ്ഞിട്ട്, അത് ഇതിനകത്ത് കുറേ പിള്ളേരെ രക്ഷിക്കുന്നു, അവരെ കാണിക്കുന്നു, അവരുടെ കണ്ണില്ലാത്ത കാണിക്കുന്നു, അത് കാണിക്കുന്നു. എന്നിട്ട് വരുൺ ധവാൻ്റെ ക്യാരക്ടർ സത്യം വർമ്മ ഇത് ഇങ്ങനെ നന്മ വരാമെന്ന് കീർത്തിക്ക് ലവ് കുറേ ട്രാക്ക്. പിന്നെ മറ്റേ ജാഫറൊക്കെ വരുന്നുണ്ട് നമ്മുടെ വിക്രത്തിലേക്കുള്ള ഹൈറ്റ് കുറഞ്ഞ കക്ഷിയിൽ, പുള്ളിയുടെ പിന്നെ തൊണ്ടക്കുഴിയിൽ മറ്റേ ഇതൊക്കെ അടിച്ച് വെക്കുന്നു, ബാർക്കോഡൊക്കെ അടിച്ച് വെച്ചേക്കുന്നു. അങ്ങനെ പുള്ളിയുടെ ക്യാരക്ടർ. പിന്നെ അതില്ലാത്ത കുറേ സാധനമുണ്ട്. കുട്ടി മറ്റേ തുടക്കത്തിൽ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നത് വേറെന്തോ വലിയ കേസിനെ അതിൻ്റെ അകത്ത് എന്തോ കൊലപാതകം നടത്തിയിട്ട്, അങ്ങനെ മൊത്തം ഷഫിൾ ചെയ്ത് കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്, കുറേ സീൻസൊക്കെ ഏഡ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഇമോഷണൽ ഫൈറ്റ് അങ്ങനത്തെ പരിപാടിയൊക്കെ. പിന്നെ ജാക്കി ഷിറോഫ് മറ്റേ മഹേന്ദ്രൻ ചെയ്ത കഥാപാത്രം, മഹേന്ദ്രൻ എന്ത് ക്ലാസ് ആയിട്ട് ചെയ്തതിനകത്ത് വൈറ്റ് ആൻഡ് വൈറ്റൊക്കെ ഇട്ടിട്ട് ജാക്കി ഷിറോഫ് എന്താ പിച്ചക്കാരനെ പറഞ്ഞങ്ങനെ കാണിക്കുക, എന്തൊക്കെയോ ഭയങ്കര ക്രൂരത കാണിക്കും. പിന്നെ ഇതിലെ ഫൈറ്റൊക്കെ അതായത് മാറിയ സാഹചര്യം കാലം കൂടെ നോക്കണം. ഇപ്പം വയലൻസ് കാണിച്ച് ചെറിയ സീൻസിന് പോലും ചെറിയ ഫൈന് പോലും വയലൻസ് കാണിക്കുന്നത്. പെൻസിലൊക്കെ ജോൺ വിക്കൊക്കെ ചെയ്യുമ്പോൾ പെൻസിലൊക്കെ അടിച്ച് ചെവിയിലുള്ള കൂടെ കയറ്റുക, പെന്നടിച്ച് ചെവി കയറ്റുക, പിന്നെ അങ്ങനെ ഭയങ്കര വയലൻസ് കാണിക്കുക. ആ തെരിയിൽ അന്ന് കാണിച്ച തെരി ഇതും കണ്ടാൽ ആ ഡിഫറൻസ് ഈ ഒരു സിനാരിയോയിലുണ്ടായ ഈ വയലൻസ് കാണിക്കുന്ന ഫൈറ്റിൻ്റെ ഇടയ്ക്കുള്ള വയലൻസിൻ്റെ സിനാരിയോ മാറിയതായിട്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അറിയാലോ, പിന്നെ മറ്റേ വില്ലൻ ജാക്കി ഷ്രോഫിൻ്റെ മോൻ, അതായത് തമിഴിൽ മഹേന്ദ്രൻ്റെ മോനായിട്ട് അഭിനയിച്ച ഇതിലേതോ ഒരു വ്യാളിച്ചക്കൻ ഏതോ ഒരു മാസത്തിലെ ചിമ്മം വന്നിട്ട് മറ്റേ ഇത് ടാറ്റോ ഒക്കെ അടിച്ചിട്ട് ഇനി ഇതിൽ മറ്റേ പാലത്തിൻ്റെ മുകളിൽ കിട്ടി തൂങ്ങുന്ന പരിപാടി ഇതിനകത്തില്ല. ഇതിൽ വേറെ ഏതോ വൈക്കോൽ കൂനേൻ്റെ അകത്തൊക്കെ ഉണ്ടാക്കുന്നത്, ഏതോ ഉണക്ക കണ്ടത്തിൽ അത് വെച്ചിട്ട് ഇങ്ങനെ പിന്നെ തീ പിടിച്ചിട്ട് പിന്നെ ഇതിൽ എക്സ്പോസ് ചെയ്ത് കാണിക്കുക. ഇപ്പോൾ റേപ്പ് ചെയ്ത കുട്ടീനൊക്കെ ഇതിൽ എക്സ്പോസ് ചെയ്ത് കാണിക്കുക. അതായത് അച്ഛനമ്മയും കരയുക, അച്ഛനമ്മയും അന്വേഷണ സ്ഥലത്ത് തന്നെ പോവുക, ഇതിങ്ങനെ. പിന്നെ ഇതിനടുത്ത് തമൻ്റെ ഊതറായിട്ടുള്ള BGM, ഓവർ സെൻറ്റി, ഓവറത്, ഇങ്ങനെയുള്ള പരിപാടി. ക്രിഞ്ച് ചോക്ലേറ്റ് സീൻസ് ഇഷ്ടം പോലെ. പിന്നെ കുറേ ഫൈറ്റും എക്സ്ട്രാ. മറ്റേ എന്തോ കൈതി ബിരിയാണി പോലത്തെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്, കൈതിയിലെ പോലെ വലിയ വട്ടയിൽ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പാത്രത്തിൻ്റെ അകന്ന് കോഴിക്കാലെടുത്ത് കുത്തുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. ഇയാൾ ഈ വരുൺ ധവാൻ എന്ന് പറയുന്നത് മറ്റേ ബേഡിയ മറ്റേ മൂഞ്ചി ഇതെല്ലാം ഇതൊന്നും പറ്റൂല. വെറുതെ ഇത് കണ്ടിരിക്കാൻ പറ്റുന്ന അവസ്ഥ. മറ്റേ വിക്രമിൻ്റെ മോനെ കാണിക്കാണ്ടില്ലേ, എന്താ സാധനം അത്, ധ്രുവിക്രം. ഇതൊക്കെയാണ് സാധനം, ധ്രുവിക്രമ കാണിക്കുന്ന സാധനം. അയ്യോ വരുൺ ധവാൻ. മറ്റേ കോമഡി ചെയ്യണ കക്ഷിയുണ്ടല്ലോ ഹൈറ്റ് കുറഞ്ഞ സച്ചിനെ പോലെയുള്ള രാജ്പാൽ യാദവ്, ആ പുള്ളി ഇതിൽ മാസം കാണിക്കുന്നു. പിന്നെ പുള്ളി മറ്റേ മൊട്ടരാജേന്ദ്രൻ ചെയ്ത സീനില്ലേ, മൊട്ടരാജേന്ദ്രൻ ചെയ്ത കഥാപാത്രം ചെയ്തിരിക്കുന്നത് സഹായി. അപ്പോൾ മറ്റേ മൊട്ടരാജേന്ദ്രൻ എന്ത് ഇമോഷണലായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന സാധനമാണ്. മറ്റവനെ അടിച്ച് തൂക്കണം പാലത്തിന് പറയുന്നത്, അത് ഇത് 1.5 പേജ് കഥാപ്രസംഗം ഇയാൾ യാദവ്. എന്നിട്ട് കരഞ്ഞ് മെഴുകി അവിടെ കുളമാക്കി ഓവറാക്കി ചളമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പടം മൊത്തം അങ്ങനെയാണ്. ഫൈറ്റൊക്കെ അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ ഒരു തരത്തിൽ ഇത് കണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പടം എടുത്ത് വെച്ചേക്കുന്നത്. മലങ്കൾട്ടായിട്ട് പോലും കാണാൻ പറ്റില്ല. ബൈജാൻ ക്യാമിയോ ഉണ്ട്, അത് ഏത് വഴിക്ക് വന്നാൽ നമുക്കറിയാം. അല്ലി ബൈജാനെ വെച്ചിട്ടാണ് പടം എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുപോയി കയറ്റിയതാണ്. ഏജൻറ്റ് ബൈജാൻ തന്നെയാണ് പറയുന്നത്. മറ്റേ വരുൺ ധവാൻ എന്തോ ഏജൻറ്റ് ബേബി ജോൺ. ബൈജാൻ്റെ കോമാളിത്തരം ഉണ്ട് അവസാനം കുറേ സമയം. പിന്നെ ഇയാൾ കോമാളിത്തരം വരുൺ ധവാൻ്റെ. അങ്ങനെ ഒരു കോമാളിത്തരത്തിൻ്റെ ഒരു അവസാനം അതാണ്. പിന്നെ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഹാപ്പി എക്സ്മസ് പറയും, ന്യൂ ഇയർ പറയും, പിന്നെ ഇന്ത്യയിലുള്ള സകലമാന ഫെസ്റ്റിവൽസിനും പറയാം. ഓണമൊക്കെ പറയുന്നുണ്ട്, ഓണം കർക്കിടകവാവൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് പടം അവസാനിക്കുന്നത്. എസ് എ ഹോൾ തെരി എന്ന് പറയുന്ന ആലിയുടെ വിജയുടെ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു സിനിമ എടുത്ത് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തിട്ട് തെറി പറയാൻ പോലും കൊള്ളൂല. അത്രയ്ക്ക് ഒരു ചൊക്ലിപ്പടം. അതാണ് ബേബി ജോൺ.